നിങ്ങൾ കേൾക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ വയക്കരെ അച്ഛൻ മൂസ് എന്ന കഥ. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ 2021. വൈദ്യന്മാർക്ക് പ്രധാനമായി വേണ്ടത് ഗുരുത്വവും കൈപുണ്യമാണെന്ന് പ്രസിദ്ധവും സർവസമ്മതവുമാണല്ലോ. വൈദ്യന്മാർ നല്ലതുപോലെ ശാസ്ത്ര നൈപുണ്യവും ബുദ്ധിയും യുക്തിയുമുള്ളവരായിരുന്നാലും ഗുരുത്വവും കൈപുണ്യവും ഇല്ലെങ്കിൽ അവരുടെ ചികിത്സ ഫലിക്കുകയില്ലെന്നുള്ളത് തീർച്ചയാണ്. ശാസ്ത്രജ്ഞാനവും യുക്തിയും ബുദ്ധിയും ഇല്ലാത്തവർക്ക് ഗുരുത്വവും കൈപുണ്യവും മാത്രമുണ്ടായിരുന്നതുകൊണ്ട് മതിയാവുന്നതല്ലെങ്കിലും ഗുരുത്വവും കൈപുണ്യമുള്ളവർക്ക് ശാസ്ത്രപരിചയവും മറ്റും കുറച്ചു കുറവായിരുന്നാലും അബദ്ധമൊന്നും വരുന്നതല്ല. ഗുരുത്വവും കൈപുണ്യവുമുള്ളവർക്ക് ശാസ്ത്രജ്ഞാനവും യുക്തിയും ബുദ്ധിയും കൂടി ഉണ്ടായാൽ പിന്നത്തെ കഥ പറയാനുമില്ലല്ലോ. അഷ്ടവൈദ്യന്മാരിൽ അദ്വിതീയന്മാരെന്ന് പണ്ടേ പ്രസിദ്ധന്മാരായിരിക്കുന്ന വയക്കര മൂസന്മാർക്ക് മുൻപറഞ്ഞവയെല്ലാം പൂർണ്ണമായിട്ടുള്ളതിനാലാണ് അവർ സർവോത്കർഷേണ വർത്തിക്കുന്നത്. ഇതിന് ദൃഷ്ടാന്തമായി കഴിഞ്ഞുപോയ ആര്യൻ നാരായണൻ മൂസ അവர்களுടെ അച്ഛനായ അച്ഛൻ മൂസ അവர்களுടെ ചില അത്ഭുത കർമ്മങ്ങളെ ഇനി പ്രസ്താവിക്കുന്നു. കേവലം കേട്ടുകേൾവിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എഴുതുന്ന ഈ വക ഐതിഹ്യങ്ങളുടെ വാസ്തവത്വത്തെപ്പറ്റി അധികം ആലോചിക്കണമെന്നില്ല. മഹാന്മാർക്ക് എന്തു ദുഷ്കരം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഒരാൾക്ക് മലവും മൂത്രവും പോകാതെ വയറു വല്ലാതെ അടച്ചുവീർത്ത് വേദന സഹിക്കവഹിയാതെയായി തീർന്നു. വേദനയുടെ ശക്തി കൊണ്ട് കിടക്കാനും ഇരിക്കാനും ഉണ്ണാനും ഉറങ്ങാനും എന്ന് വേണ്ട, യാതൊന്നും വയ്യാതെയായി രോഗി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കിടന്നുരുണ്ടു തുടങ്ങി. പല വൈദ്യന്മാർ വന്ന് കാണുകയും പല പ്രയോഗങ്ങൾ ചെയ്തു നോക്കുകയുമൊക്കെ ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. മരിച്ചു പോകുമെന്ന് തന്നെ രോഗിയും വൈദ്യന്മാരും ശേഷമുള്ളവരുമെല്ലാം തീർച്ചപ്പെടുത്തി. എങ്കിലും വയക്കര അച്ഛൻ മൂസിന്റെ അടുക്കൽ കൂടി ഒന്ന് കൊണ്ടുപോയി പറഞ്ഞു നോക്കാം എന്ന് വിചാരിച്ച് രോഗിയുടെ അനന്തരവൻ വയക്കരെ എത്തി. Sample complete. Ready to continue?